ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വർക്ക് പറഞ്ഞാൽ ഒരു ചെറിയ ബാത്റൂം പ്ലംബിംഗ് ആണ്. വലിയ വർക്കൊന്നുമല്ല, ചെറിയ ബാത്റൂം പ്ലംബിംഗ്, കുറച്ച് നൂലമാല പിടിച്ചൊരു പ്ലംബിംഗ് ആണ്. അത് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് വീഡിയോ കൂടെ തന്നെ കാണാം. പിന്നെ കാണുന്ന കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീട്ടിലായിട്ട് നമ്മൾ മേളത്തെ ഈ റൂമിലാണ് ബാത്റൂം പ്ലംബിങ് ചെയ്യുന്നത്. പുതിയൊരു ബാത്റൂം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് എന്താ ചെയ്യുക, 4 സൈഡും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പൈപ്പ് ഇറക്കാനും കൊണ്ടുപോകാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം കിട്ടാനും ലൈൻ എത്തിക്കാനും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇത് ബാത്റൂം പ്ലംബിങ് ചെയ്താൽ തന്നെ ഇതിലേക്ക് വെള്ളം എത്തുക എന്നുള്ളത് വമ്പൻ ടാസ്ക്കാണ്. കാരണം മേലെ പിന്നെ കോൺക്രീറ്റ് അല്ലല്ലോ, ടാങ്ക് വെക്കാൻ ഹൈറ്റ് വേണ്ട നമുക്ക് ഇതിലേക്ക് വെള്ളം എത്താൻ. അപ്പോൾ ഇത് താഴത്താണ് ഇതിൻ്റെ ടാങ്ക് എടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഈ പിന്നെ പ്ലംബിങ് ചെയ്ത് എന്തായാലും ഈ റൂമിലൊരു പ്ലംബിങ് ബാത്റൂം നിർബന്ധമാണ്. അപ്പോൾ ബാത്റൂം ഉണ്ടാക്കി ഞങ്ങളതിൽ പ്ലംബിങ് ചെയ്തു. 4-5 പൈപ്പ് ഇട്ട് 2 ഇഞ്ച് വേസ്റ്റിനും ഇട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ലൈനും ചെയ്ത്. ഷവർ ഇല്ല, ഒരു ടാപ്പും ക്ലോസറ്റ് ഇത് അത്ര മതി. അപ്പോൾ ഇതിന് കോൺക്രീറ്റ് ഞങ്ങൾ തന്നെ ചെയ്തത്. കോൺക്രീറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. കാരണം ഇതിൽ എയർ ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യണം. നല്ല ലൂസിൽ കോൺക്രീറ്റ് ഇട്ട് ചെയ്ത് കെമിക്കലിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ ലീക്കിൻ്റെ പ്രശ്നം. പിന്നെ ഇതിന് മേലെ പിന്നെ വാട്ടർ പ്രൂഫും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലീക്കിൻ്റെ ഒരു പ്രശ്നം വരാതെ ഇതാക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഈ വീടിൻ്റെ. ഏറ്റവും മേലെ കണ്ടില്ലേ, 4 മൂലം റൂമുകളാണ്. 4 പിന്നെ സിറ്റ് ഔട്ട് റൂം, പിന്നെ സ്റ്റെയറിൻ്റെ ഏരിയ. അപ്പോൾ ഇപ്പം ഈ താഴത്തെ ഈ കാണുന്ന ഒരു ടാങ്കാണ് അവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടാങ്ക് നിലവിൽ. അപ്പോൾ അതിൽ ആ ലെവലിൽ നമുക്ക് എന്തായാലും മേലേക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞങ്ങൾ ഈ ഇവിടെ പോയി പുതിയൊരു ടാങ്കിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് അടിച്ച് 2 മീറ്റർ ഹൈറ്റിൽ ഒരു സ്റ്റാൻഡ് അടിച്ച് നമുക്ക് കയറാൻ കൂണിയൊക്കെ വെച്ചിട്ട് നല്ല സേഫ്റ്റി തന്നെ സ്റ്റാൻഡ് ഇൻഡസ്ട്രിയിൽ ചെയ്യിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ മേലാണ് നമ്മൾ ടാങ്ക് ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കണ്ട ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, പഴയൊരു വീടാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് കയറി പോയി രാത്രി നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാരണം മുന്നിൽ കണ്ടിട്ടാണ് പിന്നെ ഇവിടെ ഒരു ബാത്റൂം എന്നുള്ളൊരു ആശയം വന്നത്. ഇപ്പോൾ കണ്ട ഈ ടാങ്കിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, നമ്മൾ ഓടിന് ഇപ്പോൾ ഈ മേലത്തെ ഫ്ലോറിൻ്റെ ഓടിന് ഏകദേശം സമമാണ്, താഴത്തെ ഒരു സമമാണ് ഇപ്പോൾ ആ ടാങ്കിൻ്റെ ലെവലൊക്കെ ഉണ്ട്. നമുക്ക് എത്രത്തോളം ഇതിൽ വെള്ളം കിട്ടും എന്നുള്ളത് ഒരു പ്രതീക്ഷ ഇല്ല. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർക്കുലേഷൻ പമ്പ് വെച്ചുകൊണ്ട് എന്തായാലും ബാത്റൂം നിർബന്ധമാണ്. അപ്പോൾ സർക്കുലേഷൻ പമ്പ് വെച്ചിട്ട് ചെയ്യാം. ഈ താഴത്തെ ഈ ടാങ്കിൽ എന്തായാലും വെള്ളം അങ്ങോട്ട് കിട്ടില്ല. സർക്കുലേഷൻ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ഇവിടേക്ക് ചെറുതായിട്ടും വരണം, അപ്പോഴേ വർക്കാവും. അപ്പം ഈ മേലത്തെ 2 മീറ്റർ ഹൈറ്റ് കൂടിയ ടാങ്കിലാവുമ്പോൾ ഫ്ലോ ഉണ്ടാവും. അല്ല വെള്ളം കിട്ടുകയാണെങ്കിൽ തന്നെ പമ്പ് വെക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും ലൈൻ ചാർജ് ചെയ്ത് നോക്കി, ടാപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കി. ടാപ്പ് തുറന്നു നോക്കിയപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള ഫോഴ്സിൽ അവിടെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സർക്കുലേഷൻ പമ്പിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത് എന്തായാലും സക്സസ് ആയി ആ ഒരു പിന്നെ ടാങ്ക് വെച്ചത്. ഈ വേണ്ട ഇതിലും വെള്ളം വരുന്നുണ്ട്, ഫ്ലഷ് ഇതിൽ ഹെൽത്ത് പോസിറ്റിൽ. അപ്പോൾ ഈ ഒരു റൂം കൂടെയാണ് നമുക്ക് പൈപ്പ് ലൈനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ അടിക്കാൻ പറ്റില്ല, റൂമായതുകൊണ്ട് ഫുള്ള് കൺസൾട്ട് ചെയ്ത് 4 ഇഞ്ച് 2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ കൺസൾട്ട് ചെയ്ത് ഫ്ലോറിൽ കൂടെ കൊണ്ടുവന്ന് പിന്നെ നേരെ പുറത്ത് ചാടി. അപ്പോൾ ഈ പുറത്ത് ചാടി നേരെ പിന്നെ അത് എയറൊക്കെ ഇട്ട് നേരെ ഇതിലേക്ക് പോകണം, സെപ്റ്റി ടാങ്കിലേക്ക്. പിന്നെ ഇതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാഷ് ഡൗണ് ക്ലോസറ്റ് അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സൈപ്പോണിക്ക് പറ്റില്ല, എയറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഈ 2 ടാങ്കും ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കണം. താഴത്തെ ആ ചെറിയ ടാങ്കിൻ്റെ വാൾവാണിത്. ഇതെപ്പോഴും ഓപ്പൺ ചെയ്ത് വെക്കുക, മറ്റേത് ക്ലോസ് ചെയ്ത് വെക്കുക രാവിലെയൊക്കെ. ഇത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ രാവിലെ ഫുള്ള് നമുക്ക് ചെറിയ ടാങ്കിൽ നിന്ന് ഉപയോഗിക്കാം, രാത്രി തിരിച്ചിടുക. അതായത് മേലെ രാത്രിയല്ല ഇപ്പോൾ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഈ വലിയ ടാങ്കിൻ്റെ ഹൈറ്റ് കൂടിയ ടാങ്ക് ഓപ്പൺ ചെയ്യുക, ഹൈറ്റ് കുറഞ്ഞ ടാങ്ക് ക്ലോസ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വെള്ളം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക്. വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.